അയ്യപ്പൻകോവിൽ വില്ലേജ് പടി മണ്ണക്കനാട്ടുപടി റോഡ് തകർന്ന് പ്രദേശവാസികൾ യാത്രാ ദുരിതത്തിൽ. ജനപ്രതിനിധികളുടെ അവഗണനയാണ് റോഡ് ദുരവസ്ഥയിലാകുവാൻ കാരണം. കിഴക്കേ മാട്ടുകെട്ടിൽ നിന്നും പാറ കടത്തുന്ന ലോറി ഓടിയാണ് ഈ റോഡ് ഇത്രയധികം ഗതാഗതയോഗ്യമല്ലാതായത്. നൂറുകണക്കിന് കർഷക കുടുംബങ്ങൾ യാത്ര ചെയ്യുന്ന റോഡാണ് അയ്യപ്പൻകോവിൽ വില്ലേജ് പടി മണ്ണക്കനാട്ടുപടി റോഡ്. റോഡ് ആധുനിക നിലവാരത്തിൽ ഉയർത്തുമെന്ന് പറഞ്ഞ അധികാരത്തിലേറിയ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ആ സർക്കാരിന്റെ പ്രതിനിധിയായ വാഴൂർ സോമൻ MLA പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലത്തിലെ റോഡാണ് ഈ ദുരവസ്ഥയിൽ കിടക്കുന്നത്. ഇവിടെ പഞ്ചായത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ MLA നേരിട്ടെത്തി റോഡ് സഞ്ചാരയോഗ്യമാക്കുമെന്നും വാഗ്ദാനം നൽകിയിരുന്നു. എന്നാൽ 3 വർഷം പിന്നിടുമ്പോഴും റോഡ് കാട്ടുറോഡിന് സമാനമാണ്. അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് എന്നുള്ള റോഡ് ഞങ്ങൾക്കൊന്ന് നന്നാക്കി തന്നെന്ന് പല പ്രാവശ്യം MLA-മാരോടും മന്ത്രിമാരോടും മെമ്പർമാരോടും ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾക്ക് ഈ വഴിയൊന്നും നന്നാക്കി തരാൻ ഇതുവരെ ഒരു മാർഗമില്ല. ഇതിൽ രോഗികൾ പോകണമെങ്കിൽ പോലും ഇങ്ങോട്ട് ഭയങ്കര അപകടം പിടിച്ച വഴിയായിട്ടൊക്കെ സ്കൂൾ കുട്ടികൾ വാഹനങ്ങൾ ഇഷ്ടം പോലെ ഇതിലേ പോകുന്നത്. അവർ തന്നെ പറയുന്നുണ്ട് ഈ വഴിയെ പോകാൻ ഭയങ്കര പാടാണ്, വണ്ടി മുഴുവൻ പോകുന്നുണ്ടെന്ന്. എന്നാൽ ഇതുവരെ ഞങ്ങൾക്ക് ഈ വഴിയൊന്നും നന്നാക്കി തരുന്നില്ല. ത്രിതല പഞ്ചായത്ത് അംഗങ്ങളിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഒഴികെ മറ്റാരും റോഡിന് വേണ്ട പരിഗണന നൽകുന്നില്ല. ഈ റോഡ് ഇപ്പോൾ ഒരു തോടായി കിടക്കുവാണ്. ഇതിന് നന്നാക്കാനായിട്ടുള്ള പരിപാടികൾ പലത് വന്നിട്ടും ഈ അടുത്ത ഇടയിൽ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നടത്താമെന്ന് പറഞ്ഞ് 15-ാം തീയതിക്ക് മുമ്പായിട്ട് അപേക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞ് ഡീൻ കുര്യാക്കോസിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതിലൊന്നിലും താല്പര്യപ്പെടാതെ ഇതിങ്ങനെ കിടക്കുവാണ്. ഇവിടെ ഒരു 2 ഫർലോങ് ദൂരത്തിൽ ഒരു വകയും ചെയ്യാതെ ഇങ്ങനെ വെറും തോട് പോണക്കായി കിടക്കുവാണ്. യാത്രാ സൗകര്യം എന്ന് പറയുന്ന ഒരു ശകലം പോലും ഇല്ലാത്ത രീതിക്കായി നിന്നിരിക്കുകയാണ്. എത്ര പ്രാവശ്യം പറഞ്ഞാലും അധികാര സ്ഥാനത്ത് നിന്ന് ഒരു തീരുമാനമെടുക്കാൻ കാശില്ലെന്നാണ് പറയുന്നത്. ഒരു രോഗിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയാണ്. കാൽനട യാത്ര പോലും ദുഷ്കരമായിരിക്കുകയാണ് ഇവിടെ. റോഡിന്റെ ദുരവസ്ഥ മനസ്സിലാക്കി പഞ്ചായത്ത് അംഗം തനിക്ക് ഈ വർഷം ലഭിച്ച 5 ലക്ഷം രൂപ ഈ റോഡിന് വെച്ചിട്ടുണ്ട്. എന്നാൽ റോഡിന്റെ ഒരു ഭാഗം പോലും സഞ്ചാരയോഗ്യമാക്കാൻ ഈ തുക കൊണ്ട് കഴിയില്ല. അടിയന്തരമായി റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ MLA, ജില്ലാ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ കൂടി ഫണ്ട് അനുവദിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻ.